കേരളത്തിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ജനപ്രിയ പാമ്പ് പിടുത്തക്കാരനാണ് വാവ സുരേഷ്. ശാസ്ത്രീയമായ പാമ്പ് പിടുത്ത ശൈലിയിലൂടെ നിരവധി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാവ സുരേഷിനെതിരെ എപ്പോഴും വിമർശനങ്ങൾ ഉയരാറുണ്ട്. കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന തമ്മിൽ എന്നൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പാമ്പ് പിടുത്ത ശൈലിയിലെ അശാസ്ത്രീയതയായിരുന്നു പ്രധാനമായ ചർച്ചാ വിഷയം. ഈ ചർച്ചയിൽ നിലവിലെ പാമ്പ് പിടുത്തക്കാരുടെ രീതികൾ ശാസ്ത്രീയമാണോ, പാമ്പിന്റെ സംരക്ഷണത്തിനാണോ, അതോ പിടിക്കുന്ന ആളുടെ സുരക്ഷയ്ക്കാണോ മുൻഗണന നൽകേണ്ടതെന്നൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇതിനിടയിലാണ് മൂർഖൻ പാമ്പ് കടിച്ചാൽ ഉടനെ ഉപ്പുവെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കുമെന്നും പൊക്കിളിന് ചുറ്റുമുള്ള കഫം പോയി രോഗി സുഖപ്പെടുമെന്നും വാവ സുരേഷ് വെച്ചലക്കുന്നത്. ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ 300-ലധികം തവണ പാമ്പ് കടി ഏൽക്കുകയും അതിന് ശാസ്ത്രീയ ആധുനിക ആശുപത്രിയിലെ ചികിത്സയിലൂടെ രക്ഷപ്പെട്ട വാവ സുരേഷാണ് ഈ കഫമിളക്കൽ പ്രസ്താവന നടത്തിക്കൊണ്ട് അശാസ്ത്രീയത പ്രവചിക്കുന്നത്. ഈ അശാസ്ത്രീയതയ്ക്ക് മറുപടിയുമായി എത്തുകയാണ് റിസർച്ച് സ്കോളറും ശാസ്ത്ര പ്രചാരകനുമായ കൃഷ്ണപ്രസാദിന്റെ ദീർഘമായ കുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പാമ്പ് കടിക്ക് ഉപ്പുവെള്ളം മതിയോ എന്നുള്ളതാണ് ആ കുറിപ്പ്. ആ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വിസ്മയകരവും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ ഒരു രാസായുധ പുരയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് മറ്റെവിടെയുമല്ല, നിശബ്ദനായി ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിന്റെ പല്ലുകൾക്ക് പിന്നിൽ ചെറിയ ഗ്രന്ഥികളിലാണ്. ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെ പ്രകൃതി ചെത്തിമിനുക്കിയെടുത്ത ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ വിഷക്കൂട്ടുകൾ അവിടെ നിർമ്മിക്കപ്പെടുന്നു. പാമ്പുകടി ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് പച്ചമരുന്നുകളും മന്ത്രവാദങ്ങളും ഈ ശാസ്ത്രീയ പ്രതിഭാസത്തിന് മുന്നിൽ പരാജയപ്പെടുന്നതെന്നും പരിശോധിക്കാം. പാമ്പിന്റെ വിഷം അഥവാ സ്നേക്ക് വെനം എന്നത് കേവലം ഒരു ദ്രാവകമല്ല, മറിച്ച് നൂറുകണക്കിന് പ്രോട്ടീനുകളുടെയും പെപ്റ്റൈഡുകളുടെയും എൻസൈമുകളുടെയും മാരക മിശ്രിതമാണ്. ഓരോ ഇനം പാമ്പും വ്യത്യസ്തമായ ഒരു വിഷക്കൂട്ടാണ് കൊണ്ടു നടക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ പാമ്പ് വിഷത്തിന് 90% പ്രോട്ടീനാണ്. ഇവയിൽ ഫോസ്ഫോളിപ്പേസ്, മെറ്റലോപ്രോട്ടീനേസുകൾ, സെറീൻ പ്രോട്ടീനേസുകൾ, 3 ഫിംഗർ ടോക്സിനുകൾ എന്നിങ്ങനെയുള്ള മാരകമായ ഘടകങ്ങളുണ്ട്. ഈ പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അവ പലതരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കും. നമ്മുടെ രക്തത്തെ കട്ടപിടിക്കും, രക്തകോശങ്ങളെ നശിപ്പിക്കാം, ചിലവ നമ്മുടെ പേശികളെ അലിയിക്കും. എന്നാൽ ഏറ്റവും ഭീകരമായത് നാഡീവ്യൂഹത്തെ തളർത്തുന്ന ന്യൂറോ ടോക്സിനുകളാണ്. ഉദാഹരണത്തിന് മൂർഖന്റെയും ശംഖുവരന്റെയും വിഷം നമ്മുടെ തലച്ചോറിൽ നിന്ന് പേശികളിലേക്കുള്ള സന്ദേശവാഹകനായ അസൈറ്റൽകോളിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനം തടയും. ഫലം എന്താണ്? ശ്വസിക്കാൻ സഹായിക്കുന്ന പേശികൾ പോലും തളർന്നു പോകും. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ശ്വാസമുട്ടുള്ള മരണം സംഭവിക്കും. എന്നാൽ എവിടെയാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു തമാശ? എല്ലാ പാമ്പ് കടിയും മരണകാരണമാവില്ല. ഇതിനെയാണ് ശാസ്ത്രം ഡ്രൈ ബൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. പാമ്പ് കടിക്കുമ്പോൾ എപ്പോഴും വിഷം ശരീരത്തിലേക്ക് കുത്തിവെക്കാറില്ല. വിഷം എന്നത് പാമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജം ചിലവാക്കി നിർമ്മിക്കുന്ന ഒന്നാണ്. ഇത് ഇരയെ പിടിക്കാനോ സ്വയം രക്ഷിക്കാനോ മാത്രം ഉപയോഗിക്കേണ്ട വിലപിടിപ്പുള്ള ഒന്നായി പാമ്പ് കാണുന്നു. അതുകൊണ്ട് ഇത് പാഴാക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ പലപ്പോഴും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ വിഷമില്ലാതെ പാമ്പുകൾ കടിക്കാറുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പലയിടങ്ങളിലും സംഭവിക്കുന്ന പാമ്പ് കടികളിൽ ഏതാണ്ട് 20% മുതൽ 50% വരെ ഇത്തരം ഡ്രൈ ബൈറ്റുകളാണ്. ഇവിടെ നാട്ടുവൈദ്യന്മാരും പാരമ്പര്യ ചികിത്സകരും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടെയാണ്. ഡ്രൈ ബൈറ്റ് ഏറ്റ ഒരാൾ പച്ചമരുന്ന് കഴിക്കുമ്പോൾ അയാൾ രക്ഷപ്പെടുന്നത് ആ മരുന്നുകൊണ്ടല്ല, മറിച്ച് പാമ്പ് വിഷം കുത്തിവെക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ആ വ്യക്തിയും സമൂഹവും വിശ്വസിക്കുന്നത് അത് മന്ത്രവാദമോ മരുന്നോ ആണ് ഈ ജീവൻ രക്ഷിച്ചതെന്നാണ്. ഇതൊരു മിഥ്യാധാരണയാണ്. യഥാർത്ഥത്തിൽ വിഷം ഉള്ളിൽ ചെന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ചികിത്സകൾ നൽകുന്നത് അയാളുടെ മരണവാറണ്ട് ഒപ്പിടുന്നതിന് തുല്യമാണ്. പച്ചമരുന്നുകൾക്കോ കല്ലുകൾക്കോ മന്ത്രങ്ങൾക്കോ രക്തത്തിൽ അതിവേഗം പടരുന്ന വിഷ തന്മാത്രകൾ നിർവീര്യമാക്കാൻ കഴിയില്ല. ഇനി ഒരു സാധാരണമായ വിഡ്ഢിത്തത്തെക്കുറിച്ച് നോക്കാം. പാമ്പ് കടിയേറ്റാൽ ഉപ്പുവെള്ളത്തിലേക്ക് കലരുന്ന രീതി നോക്കൂ. പാമ്പ് കടിയേറ്റാൽ രക്തത്തിലേക്ക് കലരുന്നത് ഒരു ജൈവ രാസപ്രവർത്തനമാണ്. അവിടെ കുറച്ച് ഉപ്പുവെള്ളം അകത്തേക്ക് ചെന്നാൽ അത് തടയാൻ കഴിയില്ല. ശാസ്ത്രീയമായി നോക്കിയാൽ ഒരു ശരാശരി മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമുണ്ട്. ഈ 5 ലിറ്റർ രക്തത്തിൽ തന്നെ സ്വാഭാവികമായി ഏതാണ്ട് 45 ഗ്രാം ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് 9 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ രക്തത്തിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉപ്പുവെള്ളം എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? അത് വിഷത്തെ നിർവീര്യമാക്കില്ലെന്ന് മാത്രമല്ല, ശരീരത്തിലെ ലവണാംശത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കുകയും വൃക്കകളുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പാമ്പ് വിഷം ശരീരത്തിലെത്തിയാൽ അവ കോശങ്ങളുടെ പുറം പാളികളെ തകർക്കുകയും കലകളിൽ വലിയ നാശമുണ്ടാക്കുകയും ചെയ്യും. ഇതിനെയാണ് ലോക്കൽ എൻവനോമിങ് എന്ന് വിളിക്കുന്നത്. അണലി കടിച്ചാൽ ആ ഭാഗത്ത് കഠിനമായ വേദന, നീര്, രക്തസ്രാവം ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. വിഷത്തിലെ മെറ്റലോപ്രോട്ടീനേസുകൾ രക്തക്കുഴലുകളെ അരിച്ചെടുത്ത് പൊട്ടിക്കുന്നു. ഇത്തരമൊരു അവസ്ഥയിൽ പച്ചമരുന്ന് പുരട്ടുന്നത് അണുബാധ വർദ്ധിപ്പിക്കും, മുറിവ് വഷളാക്കും. എന്തുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ആന്റിവെനം മാത്രം പരിഹാരമാകുന്നതെന്നൊരു ചോദ്യമുണ്ട്. പാമ്പിൻ വിഷം എന്നത് വളരെ സങ്കീർണമായ പ്രോട്ടീൻ തന്മാത്രകളാണ്. അവയെ തടയാൻ ആ പ്രോട്ടീനുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ലോക്ക് ചെയ്യുന്ന ആന്റിബോഡികൾക്ക് മാത്രമേ കഴിയൂ. കുതിരകളിലോ ആടുകളിലോ പാമ്പിൻ വിഷം ചെറിയ അളവിൽ കുത്തിവെച്ച് അവിടെ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്ന ആന്റിബോഡികളാണ് ആന്റിവെനം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് കൃത്യമായി രക്തത്തിൽ കലരുകയും വിഷകോശങ്ങളിൽ എത്തുന്നതിന് മുമ്പ് അവയെ വളഞ്ഞ് നിർവീര്യമാക്കുകയും ചെയ്യും.
ആധുനിക മരുന്നുകൾക്ക് മാത്രമേ വിഷത്തിലെ 100 കണക്കിന് ടോക്സിനുകളെ ഒരേ സമയം നേടാനുള്ള ശേഷിയുള്ളൂ. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയും വേഗം ആശുപത്രിയിൽ എത്തുക എന്നതാണ്. പാമ്പ് കടിയേറ്റ ഭാഗം മുറിക്കുന്നതോ രക്തം വലിച്ചെടുക്കുന്നതോ ഐസ് വയ്ക്കുന്നതോ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. കടിയേറ്റ ഭാഗത്തെ പേശികൾ അനങ്ങുമ്പോഴാണ് വിഷം വേഗത്തിൽ ലിംഫാറ്റിക് സിസ്റ്റം വഴി ശരീരത്തിൽ പടരുന്നത്. അതിനാൽ രോഗിയെ ഒട്ടും അനക്കാതെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. പാരമ്പര്യ ചികിത്സ തേടി സമയം കളയുന്നത് വിഷയത്തിന് നമ്മുടെ വൃക്കകളെയും ഹൃദയത്തെയും തകർക്കാൻ സാവകാശം നൽകും. ചുരുക്കത്തിൽ ശാസ്ത്രം എന്നത് തെളിവുകളുടെയും പരീക്ഷണങ്ങളുടെയും ലോകമാണ്. പാരമ്പര്യ വൈദ്യം പലപ്പോഴും ഡ്രൈ ബൈറ്റുകളുടെ കാര്യത്തിൽ നിലനിൽക്കുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം നിങ്ങളെ മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നത് കൃത്യമായ ജൈവരാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഓർക്കുക, പാമ്പിൻ വിഷം ശാസ്ത്രീയമായ ഒരു വെല്ലുവിളിയാണ്. അതിനുള്ള മറുപടിയും ശാസ്ത്രീയമായി തന്നെ നൽകണം. പ്രകൃതിയുടെ ഈ രാസായുധത്തെ തോൽപ്പിക്കാൻ പ്രാർത്ഥനകളല്ല, ശരിയായ ആന്റിവനവും ചികിത്സയുമാണ് നമുക്ക് കൂട്ട്. ജീവനും മരണത്തിനും ഇടയിലുള്ള ഈ നിമിഷങ്ങളിൽ പച്ചമരുന്നുകൾ വെറും പകിട്ടു മാത്രമാണ്. യഥാർത്ഥ അതിജീവനം സംഭവിക്കുന്നത് രക്തത്തിലെ വിഷതന്മാത്രകളെ ആന്റിവനം കൃത്യമായി വേട്ടയാടി ഇല്ലാതാക്കുമ്പോഴാണ്. നിങ്ങളുടെ ജീവൻ അമൂല്യമാണ്. അത് ഭാഗ്യത്തിനോ അന്ധവിശ്വാസത്തിനോ വിട്ടുകൊടുക്കാതെ ശാസ്ത്രത്തിന് വിട്ടു നൽകുക. ഇതാണ് ആ സമഗ്രമായ കുറിപ്പ്. എന്തായാലും എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.